നാളെ ആലപ്പുഴയിൽ നടക്കുന്ന SNDP ഭാരവാഹികളുടെ യോഗം നായർ ഈഴവ ഐക്യം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിലേക്ക് ഹിന്ദുത്വ വർഗീയതയെ കടത്തിവിട്ട ചില ചരിത്ര സന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. RSS ആണ് അതിൻ്റെ സ്വാഭാവിക ഗുണഭോക്താവ്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷം കൂടി പങ്കാളിയാകുന്നതോടെ അതിൻ്റെ ആഘാതശേഷി മാരകമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന അടിയന്തര സാഹചര്യം കഴിഞ്ഞും തുടരുന്ന വർഗീയ ധ്രുവീകരണത്തിലേക്ക് അത് സഞ്ചരിക്കാനുള്ള സാധ്യതയേറുന്നു. കേരളത്തിൽ വിശാല ഹിന്ദു എന്ന പ്രയോഗത്തിൻ്റെ രചനയും സംവിധാനവും RSS ആണ്. പ്രധാന അഭിനേതാക്കളായി NSSും SNDPയും എന്നും ഉണ്ടായിരുന്നു. 1950-ൽ RSSന്റെ കാർമ്മികത്വത്തിൽ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത് ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. അവർണ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളായ അഹിന്ദുക്കളുടെയും പ്രാതിനിധ്യാവകാശങ്ങൾക്കെതിരെയാണ് ഈ സംഘടന നിലവിൽ വന്നത്. ന്യൂനപക്ഷം എന്ന നിലയിൽ സംഘടനയുടെ പ്രധാന ടാർഗറ്റ് ക്രൈസ്തവ സമുദായമായിരുന്നു. ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിനെ അട്ടിമറിച്ച വിമോചന ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക വിഭാഗങ്ങളെ വർഗീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രസ്ഥാനം കൂടിയാണിത്. CPM ഇന്ന് നവോത്ഥാന നായകൻ എന്ന പട്ടുടുപ്പിച്ച് ആദരിക്കുന്ന മന്നത്തു പത്മനാഭപിള്ളയായിരുന്നു ആ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. SNDP നേതാവായിരുന്ന R ശങ്കറായിരുന്നു മന്നത്തിൻ്റെ ഒക്കച്ചങ്ങാതി. അന്നത്തെ തിരുക്കൊച്ചി കോൺഗ്രസ് നേതൃത്വത്തെ സമ്പൂർണ്ണമായി വർഗീയവൽക്കരിക്കാൻ മന്നത്തിൻ്റെയും ശങ്കറിൻ്റെയും ഹിന്ദു മഹാമണ്ഡലത്തിന് കഴിഞ്ഞു. 1950 ജൂണിൽ ശബരിമല ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധ ഹിന്ദു മഹാമണ്ഡലത്തെ സംബന്ധിച്ച് സുവർണ അവസരമായി മാറി. ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വർഗീയമായി ആക്രമിക്കാൻ ഈ അവസരം മന്നവും ശങ്കറും ഉപയോഗിച്ചു. മാത്രമല്ല, മന്നം പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറവിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദു വിഭാഗങ്ങളെ വർഗീയമായി സംഘടിപ്പിക്കാൻ ശ്രമം നടത്തി. ഇതിൻ്റെ പ്രധാന പടിയായിരുന്നു നായർ ഈഴവ ഐക്യം. NSSനെയും SNDPയെയും ഹിന്ദു മഹാമണ്ഡലത്തിനു കീഴിൽ ഒരൊറ്റ സംഘടനയാക്കാനായിരുന്നു ശ്രമം. 1950 ഫെബ്രുവരി 10 ചങ്ങനാശ്ശേരിയിൽ നടന്ന ഹൈന്ദവ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് തൻ്റെ പേരിലുള്ള ജാതിവാലായ പിള്ള ഉപേക്ഷിക്കുന്നതായി മന്നത്ത് പത്മനാഭപിള്ള പ്രഖ്യാപിച്ചു. അത് നായർ ഈഴവ ഐക്യത്തിനുള്ള സുപ്രധാന പ്രഖ്യാപനമായി വാഴ്ത്തപ്പെട്ടു. RSSന്റെ വർഗീയവൽക്കരണത്തെ ചെറുത്തു തോൽപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. RSS ലക്ഷ്യമിട്ട സാമൂഹിക വിഭാഗങ്ങളിലെല്ലാമുള്ള ഭൂരഹിതരും കർഷക തൊഴിലാളികളുമടങ്ങുന്ന അടിസ്ഥാന മനുഷ്യരുടെ വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയയ്ക്ക് ഈ വർഗീയവൽക്കരണത്തെ വിമോചന ലഹള വരെയെങ്കിലും പ്രതിരോധിക്കാനായി. തങ്ങളെ സംബന്ധിച്ച് ഹിന്ദു വർഗീയതയേക്കാൾ അപകടം കമ്മ്യൂണിസമാണ് എന്നു കണ്ടാണ് വിമോചന ലഹളയിലേക്ക് ക്രിസ്ത്യൻ മതമേധാവിത്വം കടന്നു വരുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാകുകയും അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വംശീയവും അരാഷ്ട്രീയവുമായ അട്ടിമറി സമരത്തിൻ്റെ നേതൃത്വമായി തീരുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന് പോലും എൻഗേജ് ചെയ്യാനാകാത്ത വിധം വർഗീയവൽക്കരിക്കപ്പെട്ടതായിരുന്നു അന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. വിമോചന ലഹള തുറന്നിട്ട സുവർണാവസരം RSS സമർത്ഥമായി ഉപയോഗിച്ചപ്പോൾ അതിനു മുൻപിൽ മന്നവും ഉണ്ടായിരുന്നു. 1958 ഗോൾവാൾക്കർക്ക് എറണാകുളത്ത് ഒരുക്കിയ സ്വീകരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. BJPയുടെ രൂപീകരണത്തിനു ശേഷം വിശാല ഹിന്ദു എന്ന മുദ്രാവാക്യത്തെ ഇലക്ടറൽ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാനുള്ള പ്രായോഗിക പദ്ധതികൾക്ക് RSS രൂപം കൊടുത്തു. 1982 ഏപ്രിൽ 4 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ പ്രമേയം വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ ഹൈന്ദവ ഐക്യത്തിനായി ഒന്നിക്കണം എന്നതായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഹിന്ദു മുന്നണിയുണ്ടാകുന്നു. 1982 നിലയ്ക്കൽ സംഘർഷത്തെ വർഗീയമായി തിരിച്ചുവിട്ട് ഹിന്ദു മുന്നണി കളം പിടിക്കുന്നു. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി P. കേരളവർമ്മ രാജ 3ാം സ്ഥാനത്തെത്തുന്നു. തിരുവനന്തപുരം ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി നീലലോഹിതദാസൻ നാടാരെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി കേരളവർമ്മ രാജ 2ാം സ്ഥാനത്തുമെത്തി. പിന്നീട് ഹിന്ദു ഐക്യമെന്ന മുദ്രാവാക്യം കേൾക്കുന്നത് 2015 വെള്ളാപ്പള്ളി നടേശൻ്റെ നാവിൽ നിന്നാണ്. കേരളത്തിലെ 2 മുന്നണികളും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്നും അതിനെതിരെ ഹിന്ദു ഐക്യം അനിവാര്യമാണ് എന്നുമായിരുന്നു വിശാല ഹിന്ദു ഐക്യയാത്രയിൽ വെള്ളാപ്പള്ളി കേരളത്തിലുടനീളം നടന്ന് പ്രസംഗിച്ചത്. ഇതിനുദാഹരണമായി വെള്ളാപ്പള്ളി എടുത്തുകാട്ടിയ സംഭവമായിരുന്നു കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ നൌഷാദിന് നൽകിയ ധനസഹായം.
വല്ല അപകടം വന്ന് മരിക്കണമെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം. നിങ്ങൾ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൗഷാദ് മരിച്ചുപോയി. ആ നൗഷാദിന് എന്താ കൊടുത്തത്? 10 ലക്ഷം കൊടുത്ത് വീട്ടുകാർക്ക് ജോലിയും കൊടുത്തു. ഇവിടെ ജാതിയില്ല മതമില്ലെന്ന് വളരെ തെളിഞ്ഞില്ലേ? വെള്ളാപ്പള്ളിയുടെ വർഗീയ നീക്കങ്ങൾക്ക് മറുപടിയായി പിണറായി വിജയൻ നടത്തിയ നവോത്ഥാന സന്ദേശയാത്രയും ചരിത്രത്തിൽ നിന്ന് ഇപ്പോൾ നമ്മെ തുറിച്ചു നോക്കുന്നുണ്ട്. RSS ലക്ഷ്യമിടുന്ന ഹിന്ദു വോട്ട് ബാങ്കിന് വേണ്ടിയാണ് അന്ന് വെള്ളാപ്പള്ളി നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. യഥാർത്ഥത്തിൽ അത് മന്നത്ത് പത്മനാഭന്റെ ആശയം കൂടിയായിരുന്നു. 1949 നവംബറിൽ കോട്ടയത്ത് നടന്ന ഹൈന്ദവ മഹാസമ്മേളനത്തിലാണ് മന്നം നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളെയും യോജിപ്പിച്ച് ഒരൊറ്റ ഹിന്ദു സമുദായം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തൊട്ടുപുറകെ നടന്ന SNDP യോഗം ബോർഡ് ഈ പ്രഖ്യാപനത്തെ അനുകൂലിച്ച് പ്രമേയവും പാസാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി NSS SNDP സംയുക്ത യോഗവും സംഘടിപ്പിച്ചിരുന്നു. മന്നത്തിന്റെ കാലത്ത് NSSന്റെ അടുക്കളയിൽ പാകം ചെയ്ത RSS ചേരുവ വർഷങ്ങൾക്ക് ശേഷം വെള്ളാപ്പള്ളിയിലൂടെ ആവർത്തിക്കുകയായിരുന്നു. ലോകക്ഷേമ സഭ മുതൽ ഏതാനും ദളിത് പിന്നാക്ക സമുദായ സംഘടനാ നേതാക്കളുടെ പങ്കാളിത്തത്തിൽ പുതിയൊരു ഹിന്ദു ഐക്യമുന്നണിക്കായി വെള്ളാപ്പള്ളി നീക്കം നടത്തുകയും ചെയ്തു. എന്നാൽ ആ ജാതി രാഷ്ട്രീയത്തെ കേരളം തിരിച്ചറിഞ്ഞ് തോൽപ്പിച്ചു. ഈയൊരു മുദ്രാവാക്യത്തെ കാലത്തിനനുസരിച്ച് പുതുക്കുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി. നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യത്തിലൂടെ. മുസ്ലിം സമുദായത്തിന് ക്രൈസ്തവ സമുദായത്തോട് ഭയമുണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് അവർക്ക് ഒരു സുരക്ഷാ കവചം വേണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. അതായത് കേരളത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ RSS നടത്തുന്ന ഇലക്ട്രൽ എഞ്ചിനീയറിംഗിനായുള്ള വെള്ളാപ്പള്ളിയുടെ സംഭാവനയാണ് ഈ പുതുക്കിയ മുദ്രാവാക്യം. എല്ലാ കാലത്തും വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ RSSന്റെ മൂശയിൽ രൂപപ്പെട്ടതായിരുന്നു. ഈ മുദ്രാവാക്യം അടക്കം നായർ ഈഴവാക്യത്തെ വിശാല ഹിന്ദു ഐഡന്റിറ്റിയിലേക്കുള്ള പ്രധാന കാൽവയ്പായാണ് RSS രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. NSSനെയും SNDPയെയും സംഘടനാപരമായി ഹിന്ദുത്വവൽക്കരിക്കുന്നതിൻ്റെ വിജയകരമായ ഘട്ടം കൂടിയാണിത്. RSSന്റെ കേരള ടാർഗറ്റ് ഏറ്റവും സമർത്ഥമായി പ്രയോഗത്തിലാക്കുന്ന ഏജൻസിയായി വെള്ളാപ്പള്ളിയുടെ SNDP നേതൃത്വം പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദാത്ത ഭാവനയെ നായർ ഈഴവാക്യത്തിൻ്റെ അടയാളവാക്യമായാണ് വെള്ളാപ്പള്ളിയുടെ RSS നാവ് ആവിഷ്കരിക്കുന്നത്. NSSന്റെ സംഘടനാ നേതൃത്വമായ ഡയറക്ടർ ബോർഡ് പ്രത്യക്ഷത്തിൽ സമദൂരം എന്ന അരാഷ്ട്രീയ കാഴ്ചപ്പാട് വിജയകരമായി പിന്തുടരുന്നുണ്ടെങ്കിലും ഏറ്റവും അടിത്തട്ടിലെ കരയോഗം യൂണിറ്റുകളിൽ ഹിന്ദുത്വ സ്വാധീനം ശക്തമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ RSSന്റെ ഏറ്റവും സുരക്ഷിതമായ വരേണ്യ ജാതി മൂലധനമാണ് NSS. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ശബരിമലയെ ചൂണ്ടി BJPയെ ഒന്ന് ഗുണദോഷിച്ചപ്പോൾ അത് സ്വന്തം തറവാട്ടു തിണ്ണയിലിരുന്ന് സ്വന്തം കാരണവർ നടത്തുന്ന പരിഭവം പറച്ചിലായി RSSന് ക്ഷമിക്കാനാകുന്നത് അതുകൊണ്ടാണ്. കേരളത്തിലെ ജാതി സാമുദായിക വിഭാഗങ്ങളുടെ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഏക ഗുണഭോക്താവ് RSSും BJPയുമാണ് എന്ന ലളിതയുക്തി ഇല്ലാതാകുന്നു എന്നതാണ് ഈ ചർച്ചകളിലെ ഏറ്റവും അപകടകരമായ വശം. RSSന്റെ ഹിന്ദുത്വ ഗുണഭോക്തൃ പട്ടികയുടെ പങ്കുപറ്റാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണ്. നായർ ഈഴവൈക്യശ്രമം പോലും LDFന്റെ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPMന് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനുമൊപ്പം ഒരേ സീറ്റ് പങ്കിടാനാകുന്നു. RSS നടത്തുന്ന വർഗീയ മുതലെടുപ്പിൻ്റെ വാക്കും നാക്കുമായി CPM മന്ത്രിയും നേതാവുമെല്ലാം രംഗത്ത് വരുന്നു. കേരളത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ട് എന്നതിന് തെളിവായി മലപ്പുറത്തും കാസർഗോഡും തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച ജനപ്രതിനിധികളുടെ മതത്തെ ചൂണ്ടിക്കാട്ടുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭകരെ ആക്ഷേപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വംശീയ പരാമർശത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വസ്ത്രം കൊണ്ട് തന്നെ ഈ അക്രമികളെ തിരിച്ചറിയാമെന്നാണ് മോദി അന്ന് പറഞ്ഞത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി പറയുകയായിരുന്നില്ല AK ബാലൻ. പാർട്ടി ബാലന് ഒരുക്കിയ പരിച കണ്ടാലറിയാം ലക്ഷ്യം മുസ്ലിം ന്യൂനപക്ഷമാണ് എന്ന്. മാത്രമല്ല കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ RSSന് പഥ്യമായതെല്ലാം CPMനും പഥ്യമാകുന്നത് എന്തുകൊണ്ടാണ്?
നായാടി മുതൽ നസ്രാണി വരെ എന്ന അജണ്ടയ്ക്കനുസരിച്ച് RSS സെറ്റ് ചെയ്യുന്ന മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനെ നേരിടാനുള്ള രാഷ്ട്രീയ പരിപാടിയുടെ അഭാവം മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇല്ലാത്തത്. 50കളിൽ ഇതേ സാഹചര്യങ്ങളെ മറികടക്കാൻ ഇതേ സാമുദായിക വിഭാഗങ്ങളിലെ ജനസാമാന്യത്തെ മുൻനിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയവൽക്കരണ പ്രക്രിയ പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു. ഈ ജാതി സാമുദായിക വിഭാഗങ്ങളുടെ ഓണർഷിപ്പിനായി RSS വിജയകരമായി നടപ്പിലാക്കുന്ന വർഗീയമായ ഐഡന്റിറ്റി പൊളിറ്റിക്സ് കൂടുതൽ അപകടകരമായി CPM അനുകരിക്കുന്നു. മതനിരപേക്ഷമായ ക്ലാസ് പൊളിറ്റിക്സിൻ്റെ ഇടതുപക്ഷ മോഡൽ ചോര ചിന്തി വളർത്തിയെടുത്ത അതേ മണ്ണിൽ കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ഒരു ഗൃഹാതുരതയല്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് CPM ആണ്.